പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആശാ വർക്കർമാരോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വഞ്ചനയ്ക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇത് ആരംഭിച്ച് ഇന്നത് 9-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 17 വർഷമായി ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന 27,000-ഓളം ആശാ വർക്കർമാർക്ക് ലഭിക്കുന്ന തുച്ഛമായ വേതനം പോലും ലഭിച്ചിട്ട് 3 മാസമായി. ആശാ വർക്കർമാരുടെ വേതന കുടിശ്ശിക തീർത്ത് ഉടനടി നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ആശമാരെ പിരിച്ചുവിടാനുള്ള 2022 മാർച്ച് 2-ൻ്റെ ഉത്തരവ് പിൻവലിക്കുക, അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കരുത് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് ഈ 9 ദിവസമായി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്നത്. ആശാ വർക്കർമാരോട് കാണിക്കുന്ന കടുത്ത അവഗണനയ്ക്കും അവഹേളനത്തിനും വഞ്ചനയ്ക്കുമെതിരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ ഫെബ്രുവരി 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. നമുക്കിത് കാണാൻ പറ്റിയതേ ഉള്ളിയൊക്കെ വൃത്തിയാക്കുന്നു. അതുപോലെ അവിടെ വെള്ളം കുടിക്കുന്നവരുണ്ട്, അവിടെ ചോറ് വയ്ക്കുന്നുണ്ട്, ചോറും കഞ്ഞിയൊക്കെ വയ്ക്കുന്നവരുണ്ട്. എന്തായാലും ഇവിടെ ഉണ്ടും ഉറങ്ങിയുമാണ് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഇവരുടെ എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് വരാം. നമ്മുടെ ഡൽഹിയിൽ നടന്ന കർഷക സമരം വിജയിച്ചപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വാചകം ഞാൻ ഒരിക്കലും മറക്കില്ല. തൊഴിലാളി വർഗത്തിന്റെ സമര ചരിത്രത്തിൽ പുത്തനേടുകൾ എഴുതി ചേർത്തുകൊണ്ടാണ് കർഷക സമരം വിജയിച്ചത് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന തൊഴിലാളികളുടെ സമരത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നു എന്ന് ചോദിക്കൂ. തൊഴിലാളി വർഗമാണ് ഇവിടെ വന്നിരിക്കുന്ന, പണിയെടുക്കുന്ന തൊഴിലാളിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെ ആക്ഷേപിക്കാതെ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, പ്രതിപക്ഷത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ മുഴുവൻ, മനുഷ്യസ്നേഹികൾ മുഴുവൻ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പാവപ്പെട്ട സ്ത്രീകളെ നിങ്ങളിങ്ങനെ വെയിലത്തിരുത്താതെ അവർ ഇവിടെ വന്നിരുന്നിട്ട് അവരെങ്ങനെ ഇവിടെ ഇരിക്കുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് വേണ്ട മറ്റാവശ്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നു എന്ന് ഇന്ന് വരെ ഇവിടുന്ന് ഔദ്യോഗിക തലത്തിലൊരു അന്വേഷണം വന്നിട്ടില്ല. 232 രൂപയ്ക്കാണ് ആശാ വർക്കർമാർ പണിയെടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ പൊതുസമൂഹം അതിനെ പിന്തുണയ്ക്കാൻ വന്നപ്പോൾ അതിനെ പൊളിക്കുന്നതിന് വേണ്ടി കള്ളക്കണക്കുമായി ഇവിടുത്തെ ആരോഗ്യമന്ത്രി വന്നിരിക്കുകയാണ്. 13,200 രൂപ എത്രേ? ഇവര് 1,75,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന നമ്മുടെ മന്ത്രി ഒരു ദിവസം 7,000-ഓളം വരുന്ന ദിവസ വേതനമാണ് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കിട്ടുന്നത്. ആ വരുന്ന തുക ഒരു മാസം പണിയെടുക്കുമ്പോൾ കിട്ടുന്ന സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് കിട്ടുന്ന പിന്തുണ കണ്ട് ഭയപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 9ാമത്തെ ദിവസമാണ്. എന്താണ് ഈ സമരത്തിൻ്റെ ലക്ഷ്യം? സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണറേറിയം കൂട്ടുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 3 മാസത്തെ പെൻഡിങ് ഉണ്ട്, അത് ഇതുവരെ തന്നില്ല. നമ്മുടെ ഓണറ് എല്ലാ മാസം 5-ാം തീയതിക്കകം തരാനുള്ള ഏർപ്പാട് ചെയ്യുക. അതുപോലെ 62 വയസ്സിൽ നമ്മൾ റിട്ടയർഡ് ആയി പോകുമ്പോഴേ ആ സമയം നമുക്കൊരു റിട്ടയർമെൻറ്റ് ആനുകൂല്യമായിട്ടൊരു 5 ലക്ഷം രൂപ നമുക്ക് തരണം. വെറും കൈയോടെ ഞങ്ങൾ പറഞ്ഞയക്കാൻ പാടില്ല. കാരണം നമ്മൾ 10-18 വർഷം നമ്മുടെ ആരോഗ്യം ഇതിനു വേണ്ടി കഴിഞ്ഞിട്ട് ഒരു 62 വയസ്സാകുമ്പോൾ നിങ്ങൾ പൊക്കുക എന്ന് പറഞ്ഞ് വിടുന്ന ആ ഒരു രീതി നമുക്ക് പറ്റത്തില്ല.